കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞൊരു വിദ്യാർത്ഥി മരിച്ചു. കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട കുട്ടികൾ എവിടെയൊക്കെയാണ് ചികിത്സയിലുള്ളത്, എത്ര പേർ എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ ചേരുന്നു ഒരിക്കൽ കൂടി. അരുൺ, ഈ കുട്ടികൾ എവിടെയൊക്കെയാണ് ചികിത്സയിലുള്ളത്, എത്ര കുട്ടികൾ എന്ന വിവരം ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഗോകുൽ, തീർച്ചയായും ഇപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിയാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഇപ്പോൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ 10 വിദ്യാർത്ഥികൾ ചികിത്സയിലുണ്ട്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവർക്ക് ഗുരുതരമായ പരിക്കുകളില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ 3 വിദ്യാർത്ഥികൾ ചികിത്സയിലുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു വിദ്യാർത്ഥിയും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മറ്റൊരു വിദ്യാർത്ഥിയും നിലവിൽ ചികിത്സയിലുണ്ട്. തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്ന ആ കുട്ടിയാണ് ഇപ്പോൾ നിലവിൽ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ കുട്ടിയുടെ തലക്കൽപ്പം ഗുരുതരമായ പരിക്കുണ്ട്. അതുകൊണ്ട് വിദഗ്ധ ചികിത്സക്ക് വേണ്ടിയാണ് നിലവിൽ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റിയിട്ടുള്ളത്. മറ്റു കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്.